മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ UDF ഗവൺമെൻറ് അവരുടെ പ്രകടന പത്രികയിൽ തന്നിരുന്ന ഓരോ വാഗ്ദാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാത്ത സർക്കാരല്ല UDF ഗവൺമെൻറ്. മറ്റുള്ളവർ വാഗ്ദാനങ്ങൾ നൽകും, പക്ഷേ അവർ ഭരണത്തിലേറുമ്പോൾ ആ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാഗ്ദാനങ്ങളാകും. പക്ഷെ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് അല്ല എന്ന് നമുക്ക് കാട്ടിത്തരികയാണ് UDF ഗവൺമെൻറ്. അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താണ് പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര, അങ്ങനെ ഒരുപാട്. അണികളെ, നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പം പ്രിയദർശിനി സൗജന്യ യാത്രയെ പിന്തുണയ്ക്കുന്നുണ്ട്, അവർ അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില അണികൾ അതിനെ ട്രോളുന്നു, സൈബർ ഇടങ്ങളിൽ വൻ കളിയാക്കലുകൾ നടത്തുന്നു. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ തന്നെ, അത് കമ്മ്യൂണിസ്റ്റുകാരോടാണെങ്കിലും BJPക്കാരോടാണെങ്കിലും നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ അണികളായ സൈബർ ഇടങ്ങളിലെ ചില ആൾക്കാർ, സൈബർ പോരാളികൾ അതിനെ പുച്ഛിക്കുന്നു, കളിയാക്കുന്നു, പലതരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നല്ലതിനെ നല്ലതായി തന്നെ കാണുക മച്ചന്മാരെ.